റീസെൻ്റ് ആയിട്ട് വിനീത് ശ്രീനിവാസൻ്റെ കരം എന്നുള്ള സിനിമ റിലീസ് ചെയ്തിരുന്നു. അപ്പം ചിത്രത്തിൻ്റെ ഒരു പ്രൊമോഷണൽ ഇവൻറ്റിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, ഇപ്പം ഒരു ഡയറക്ടർ ഇന്നത്തെ കാലത്ത് ഒരുപാട് കത്രികകളുടെ ഇടയിൽ നിന്നിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത്. ഉദാഹരണത്തിന് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നൊരു സിനിമ ചെയ്യുമ്പം അതിന് പൊളിറ്റിക്കലായിട്ടും രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് ഒരു സെൻസർഷിപ്പ് നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകൾക്ക് പോലും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മളൊരു ഓവർസീസ് ബിസിനസ് നോക്കിയാൽ പോലും ചില രാജ്യങ്ങളിൽ ചർച്ച ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കാതലിന് എനിക്ക് തോന്നുന്നൊരു സൗദി അറേബ്യയിലെ ഒരു ബാൻ നേരിട്ടിരുന്നു എന്ന് തോന്നുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു സ്ട്രെസ് ഫീൽ ചെയ്യാറുണ്ടോ ഒരു കണ്ടന്റ് ആലോചിക്കും? അത് ഇപ്പോൾ വരെ ഇല്ല. പക്ഷേ വിനീത് ശ്രീനിവാസൻ പറഞ്ഞത് കുറേയൊക്കെ വളരെ സത്യസന്ധമായ കാര്യമാണ് അല്ലേ. നമ്മൾ തീർച്ചയായിട്ടും ഒരു കാര്യം ആലോചിക്കുമ്പോൾ അയ്യോ ഇതിവിടെ പ്രശ്നമാവും എന്നുള്ളൊരു ഫീൽ വന്നാൽ നമ്മൾ എങ്ങനെയാണ് സിനിമ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ നമ്മുടെ സിനിമകൾക്കൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള സെൻസർഷിപ്പ് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. സോ നേരിടേണ്ടി വന്നേക്കാം. അത് ഉറപ്പായിട്ടും അല്ലേ. ഇത് നമുക്കറിയാം മാത്രമല്ല, കാരണം ഒരു സിനിമ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് പണം വേണം അല്ലേ. അപ്പോൾ നമ്മളൊരു സിനിമ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ പരിപാടിയാണ് സെൻസറിങ് അല്ലേ. കോടിക്കണക്കിന് രൂപ ഇട്ട ഒരു പ്രോഡക്റ്റ് സെൻസർ ചെയ്യാൻ ചെല്ലുമ്പോൾ അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഫിലിം മേക്കർക്ക് ഉണ്ടാകുന്ന സങ്കടമൊക്കെ മനസ്സിലാക്കാം. പക്ഷെ അതേപോലെ ആ പൈസ മുടക്കിയ ഒരാൾ എന്ത് ചെയ്യും? സോ എല്ലാവരും ഇതിൻ്റെ അകത്ത് മാറാനുള്ള ടെൻഡൻസി ഉണ്ട്. പ്രശ്നമായിട്ടുള്ള സിനിമകളൊന്നും നമ്മൾ ഉണ്ടാക്കണ്ട എന്ന് ഒരു പ്രൊഡ്യൂസർ സ്വാഭാവികമായി പറഞ്ഞു പോകും. അപ്പോൾ അത് ഇവിടുത്തെ എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന ഭരണകൂടത്തിൻ്റെ അവർക്ക് ആഗ്രഹമുള്ള സിനിമകൾ മാത്രം സംഭവിച്ചാൽ മതി എന്നൊക്കെയുള്ള തോന്നലുകളെ ശക്തിപ്പെടുത്തുക. അപ്പം അതൊരു കാരണം പ്രൊഡക്ഷൻ സൈഡിൽ നമുക്ക് അങ്ങനെ ഒരു ഇത് വരുമ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഏരിയയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് റെസ്ട്രിക്റ്റഡ് ആയി പോകും. അതെ. ശരി.